അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഭൗതിക ശാസ്ത്രത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പ്രവൃത്തി എന്താണ്? പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നാം ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചാൽ എന്തു പറയാം? പ്രവൃത്തി ചെയ്തു എന്ന് പറയാം. ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഒരു വസ്തുവിൽ നാം ബലം പ്രയോഗിക്കുകയാണ്. ആ വസ്തു ബലം പ്രയോഗിച്ച ദിശയിൽ ആ വസ്തു ഒരു സ്ഥാനമാറ്റം അല്ലെങ്കിൽ സ്ഥാനാന്തരം സംഭവിച്ചാൽ നമുക്ക് എന്തോ പറയാം? ആ പ്രവൃത്തി ചെയ്തതായിട്ട് പറയാം കേട്ടോ. പ്രവൃത്തി എന്ന് പറയും. പ്രവൃത്തിയുടെ SI യൂണിറ്റ് എന്താണ്? പ്രവൃത്തിയുടെ SI യൂണിറ്റ് എന്താണ്? പ്രവൃത്തിയുടെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജൂളാണ്. പ്രവൃത്തിയുടെ SI യൂണിറ്റ് എന്താണ്? ജൂളാണ് കേട്ടോ. കൊടുത്തിട്ടുള്ള പ്രവൃത്തിയുടെ SI യൂണിറ്റ് ജൂളാണ്. അതുപോലെ തന്നെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ബലത്തിൻ്റെയും അതുപോലെ സ്ഥാനാന്തരത്തിൻ്റെയും കൂടി എന്താണ്? ഗുണന ഫലമാണ്. ഓർത്തു വെച്ചോളുക. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ബലത്തിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെയും ഗുണന ഫലമാണ്. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ബലത്തിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെയും ഗുണന ഫലമാണ്. അപ്പം പ്രവൃത്തിയുടെ ഇംഗ്ലീഷ് നമുക്കൊക്കെ അറിയാം എന്താണ്? വർക്ക്. പ്രവൃത്തിയുടെ ഇംഗ്ലീഷ് എന്താണ്? വർക്കാണ്. വർക്ക് എന്ന് പറഞ്ഞാൽ W. വർക്കിനെ സൂചിപ്പിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ലെറ്റർ ഏതാണ്? W ആണ്. W ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്ത ലെറ്റർ എന്ന് പറഞ്ഞാൽ S ആണ്. W ഈസ് ഈക്വൽ ടു F ഇൻറ്റു S കേട്ടോ. പക്ഷേ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? പ്രവൃത്തിയുടെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജൂളാണ്. അതുപോലെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഫോഴ്സ് ഈസ് ഈക്വൽ ടു MA കേട്ടോ. ഫോഴ്സ് ഈസ് ഈക്വൽ ടു MA. അതായത് പിണ്ഡത്തിൻ്റെയും ത്വരണത്തിൻ്റെയും കൂടി ഗുണനഫലമാണ് ബലം. ബലം എന്ന് പറഞ്ഞാൽ പിണ്ഡത്തിൻ്റെയും അതുപോലെ തന്നെ ത്വരണത്തിൻ്റെയും കൂടി ഗുണനഫലമാണ്. F ഈസ് ഈക്വൽ ടു MA. F ഈസ് ഈക്വൽ ടു MA എന്ന ഒരു സൂത്രവാക്യം വികസിപ്പിച്ചെടുത്തത് ആരെന്ന് വെച്ചാൽ ആരാണ്? സർ ഐസക് ന്യൂട്ടനാണ്. സർ ഐസക് ന്യൂട്ടനാണ്. അതുകൊണ്ട് സർ ഐസക് ന്യൂട്ടനോടുള്ള സ്മരണാർത്ഥമായിരിക്കണം. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടനാണ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടനാണ്. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ കേട്ടോ. എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞല്ലോ, സർ ഐസക് ന്യൂട്ടനോടുള്ള ബഹുമാനാർത്ഥമാണ് ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടനായിട്ട് സ്വീകരിച്ചത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പ്രവൃത്തി എന്ന് പറഞ്ഞു. പ്രവൃത്തികൾ പ്രധാനമായിട്ടും 3 തരം. ഏതൊക്കെയാണെന്ന് അറിയാമോ? പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് പ്രവൃത്തി, നെഗറ്റീവ് പ്രവൃത്തി, അതുപോലെ തന്നെ സീറോ പ്രവൃത്തി. പോസിറ്റീവ് പ്രവൃത്തി, നെഗറ്റീവ് പ്രവൃത്തി, അതുപോലെ തന്നെ സീറോ പ്രവൃത്തി. ഇപ്പം പോസിറ്റീവ് പ്രവൃത്തി എന്താണ്? ഒരു വസ്തുവിൽ നാം ബലം പ്രയോഗിച്ചു. ആ ബലം പ്രയോഗിച്ച ദിശയിൽ തന്നെ ആ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറയാം? പോസിറ്റീവ് പ്രവൃത്തി എന്ന് പറയാം. പോസിറ്റീവ് പ്രവൃത്തി എന്ന് പറയാം. ഒരു വസ്തുവിൽ ബലം പ്രയോഗിച്ചു. ആ ബലം പ്രയോഗിച്ച അതേ ദിശയിൽ തന്നെ വസ്തുവിന് സ്ഥാനമാറ്റം ഉണ്ടായെങ്കിൽ നമുക്ക് എന്ത് പറയാൻ കഴിയും? ആ പോസിറ്റീവ് പ്രവൃത്തി എന്ന് പറയാം. ഇനി നെഗറ്റീവ് പ്രവൃത്തി എന്ന് പറയാൻ എന്താണ്? ഒരു വസ്തുവിൽ ബലം പ്രയോഗിച്ചു. ആ ബലം പ്രയോഗിക്കുന്ന എതിർദിശയിലേക്ക് വസ്തു നീങ്ങുകയാണെങ്കിൽ, വസ്തുവിന് സ്ഥാനാന്തരം സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് എന്തു പറയാം? അത്തരത്തിലുള്ള പ്രവൃത്തിയെ നെഗറ്റീവ് പ്രവൃത്തി എന്ന് പറയാം. അപ്പോൾ എന്താണ് സീറോ പ്രവൃത്തി? ഒരു വസ്തുവിൽ ബലം പ്രയോഗിച്ചു, യാതൊരു മാറ്റവും ആ വസ്തുവിന് ഉണ്ടാകുന്നില്ല എങ്കിൽ നമുക്ക് എന്തോ പറയാം? സീറോ പ്രവൃത്തി എന്ന് പറയാം. കാരണം ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ചുമരിലേക്ക് നമ്മൾ ശക്തിയായിട്ട് ആഞ്ഞു തള്ളുകയാണ്. എന്തെങ്കിലും ഫലമുണ്ടോ? ഇല്ല. അപ്പം അങ്ങനെയുള്ള പ്രവൃത്തികളെ നമുക്ക് എന്തു പറയാം? സീറോ പ്രവൃത്തി എന്ന് പറയാം. സീറോ പ്രവൃത്തി. അതുപോലെ തന്നെ പ്രവൃത്തിയുടെ നിരക്കിനെ വിളിക്കുന്ന യൂണിറ്റ് എന്താണ്? പ്രവൃത്തിയുടെ നിരക്കിനെ വിളിക്കുന്ന യൂണിറ്റ് ആണെന്ത്? പവർ. പ്രവൃത്തിയുടെ നിരക്കിനെ വിളിക്കുന്ന യൂണിറ്റാണ് പവർ. അപ്പം പവറിൻ്റെ യൂണിറ്റ് എന്താണ്? പവറിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കുതിരശക്തി. കുതിരശക്തിയാണ് കേട്ടോ. പവറിൻ്റെ യൂണിറ്റ് കുതിരശക്തിയാണ്.
അതുപോലെ തന്നെ ഒരു കുതിരശക്തി എന്ന് പറഞ്ഞാൽ 746 വാട്ടാണ്. ഒരു കുതിരശക്തി എന്ന് പറഞ്ഞാൽ 746 വാട്ടാണ്. ഓർത്ത് ചോടുക, ഒരു കുതിരശക്തി സമം ഒരു കുതിരശക്തി ഈസ് ഈക്വൽ ടു 746 വാട്ട്. 746 വാട്ട്. അതുപോലെ തന്നെ ഊർജം. എന്താണ് ഊർജം? ഊർജം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ നമുക്ക് എന്തോ വിളിക്കാം? ഊർജമെന്ന് വിളിക്കാം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ എന്തോ വിളിക്കാം? ഊർജമെന്ന് വിളിക്കാം. ഊർജം എന്ന് പറഞ്ഞു. ഊർജത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? ഊർജത്തിൻ്റെ SI യൂണിറ്റ് ആണത് ജൂൾ. ഊർജത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? ജൂളാണ്. അതുപോലെ തന്നെ ഊർജത്തിൻ്റെ CGS യൂണിറ്റ് എന്താണ്? ഊർജത്തിൻ്റെ CGS യൂണിറ്റ് എന്നാൽ എർഗാണ്. എന്താണ്? എർഗാണ്. ഊർജം എന്ന പദം അല്ലെങ്കിൽ എനർജി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതാരാണ്? തോമസ് യങ് ആണ്. എനർജി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതാരാണ്? തോമസ് യങ് ആണ്. അതുപോലെ തന്നെ ഊർജ സംരക്ഷണ നിയമം. ഊർജ സംരക്ഷണ നിയമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ച ആരാണെന്നറിയാം? ആരാണ്? സർ ഐസക് ന്യൂട്ടൺ ആണ്. ഊർജ സംരക്ഷണ നിയമം സർ ഐസക് ന്യൂട്ടൺ അല്ല, ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് കേട്ടോ. ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചു ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പൊ എന്താണ് ഊർജ സംരക്ഷണ നിയമം? എന്താണ് പറയുന്നത്? ഊർജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. ഊർജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. ഒരു രൂപത്തിലുള്ള ഊർജത്തിനെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുവാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് ഊർജ സംരക്ഷണ നിയമം പറയുന്നത്. ഊർജത്തെ നിർമ്മിക്കുവാൻ കഴിയില്ല, ഊർജത്തെ നശിപ്പിക്കുവാൻ കഴിയില്ല. എന്നാൽ ഒരു രൂപത്തിലുള്ള ഊർജത്തെ എന്ത് ചെയ്യാൻ കഴിയും? മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുവാൻ കഴിയും. അതാണ് ഊർജ സംരക്ഷണ നിയമം പറയുന്നത്. ഊർജ സംരക്ഷണ നിയമം പ്രകാരം E ഈസ് ഈക്വൽ ടു MC സ്ക്വയർ. E ഈസ് ഈക്വൽ ടു MC സ്ക്വയർ ആണ്. M എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ആണ്. മാസ് കേട്ടോ. C എന്ന് പറഞ്ഞാൽ പ്രകാശപ്രവേഗമാണ്. E എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ് എനർജി കേട്ടോ. അതുപോലെ തന്നെ യാന്ത്രികോർജം പ്രധാനമായിട്ടും 2 തരമുണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? അതായത് ഗതികോർജവും ഉണ്ട്, സ്ഥാനികോർജവും ഉണ്ട്. അപ്പൊ എന്താണ് ഗതികോർജം? ഗതികോർജം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് അതിൻ്റെ ചലനമാറ്റം മൂലം അല്ലെങ്കിൽ ചലനം മൂലം ലഭിക്കുന്ന ഊർജമാണ് ഗതികോർജം. ഒരു വസ്തുവിന് ചലനമാറ്റം കൊണ്ട് അല്ലെങ്കിൽ ചലനം കൊണ്ട് ലഭിക്കുന്ന ഊർജമാണ് ഗതികോർജം. ഗതികോർജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എത്രയാ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv സ്ക്വയർ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv സ്ക്വയർ ആണ്. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം മൂലം ലഭിക്കുന്ന ഊർജമാണെന്ത്? ഗതികോർജം. അപ്പൊ സ്ഥാനികോർജം എന്താണ്? ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം കൊണ്ട് ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം അല്ലെങ്കിൽ സ്ഥാനികോർജം. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh. അത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ഊർജ്ജ സ്രോതസ്സുകളെ കുറിച്ചൊക്കെ ഉണ്ട്. അതൊക്കെ മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഞാൻ ക്വസ്റ്റ്യൻസുകളൊക്കെ വീഡിയോ ആണിത്. അപ്പോൾ നമ്മുടെ ഒരുപാട് വീഡിയോകൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നതിന് തുടർച്ചയായിട്ട് കാണുക കേട്ടോ.